കേരളത്തിൽ ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായി മാത്രം നടക്കുമോ, അതോ പാർലമെൻറ്റ്, നിയമസഭകളും തദ്ദേശ സ്വയംഭരണങ്ങളുമൊക്കെയായി ഒരൊറ്റ ഇലക്ഷനായി വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള ലെവലിലേക്ക് മാറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ തന്നെ പലരും സൂചിപ്പിക്കുന്നുണ്ട്. BJP ആണെങ്കിൽ അതിനൊക്കെയുള്ള ചില പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം അവർ DMKയുടെ അടക്കം മറ്റു പല സംഘടനകളുടെയും അതുപോലെ പിന്തുണക്കാത്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരിൽ നിന്നുള്ള ആളുകളെ അടർത്തിയെടുത്തുകൊണ്ട് പോലും MP-മാരുടെ നമ്പർ തികച്ചുകൊണ്ട് ഏതാണ്ട് 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാനും അതുവഴി ഈ ബില്ലുകളൊക്കെ പാസ്സാക്കിയെടുക്കാനും വനിതാ സംവരണ ബില്ലിൻ്റെ ഒപ്പം തന്നെ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് കൂടി പാസ്സാക്കാനും നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടി അത് 800-ലധികമാക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം നടക്കുന്നതിനിടയിലാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരള കേഡറിൽ വർക്ക് ചെയ്തിരുന്ന ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ പോലും സത്യസന്ധമായി നടത്തപ്പെടുന്നില്ല എന്ന് പറയുന്ന തോന്നൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ അതിനെതിരെയുള്ള വലിയ ഫൈറ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഒരു ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ഒരാളെ ഒരു ഇലക്ഷൻ കമ്മീഷണറായി തീരുമാനിക്കണം, ചീഫ് ഇലക്ടറൽ ഓഫീസറായി തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അത് സാങ്കേതികമായി ഗവർണർ ഒപ്പിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ തന്നെ കോഴിക്കോട് എന്നുള്ള പ്രമുഖനായിട്ടുള്ള നേതാവും പഴയ കോൺഗ്രസ് നേതാവായിട്ടുള്ള സാദിരിക്കോയുടെ മകനുമായിട്ടുള്ള PM നിയാസ്, അദ്ദേഹം കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് മേയറാകാൻ വേണ്ടി മത്സരിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം തോറ്റുപോയിരുന്നു. അതിന് മുൻപ് അദ്ദേഹം ബേപ്പൂരിൽ നിന്ന് മത്സരിച്ചതാണ് നിയമസഭയിലേക്ക്. അവിടെയും അദ്ദേഹത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് 2021 തെരഞ്ഞെടുപ്പിനായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉയർത്തി. അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ പിന്തുണയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം KC വേണുഗോപാലിലേക്ക് ഒരു അടുത്ത ആളായി തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം വളരെ ശരിയായിട്ടുള്ളൊരു നിലപാടെടുത്തു. ഇത്തരത്തിലുള്ള ഒരാളെ ഒരു കാരണവശാലും, അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന ഒരാളാണ്, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം 3 ഇയർ LLBക്ക് പഠിക്കുമ്പോൾ അന്ന് അവിടെ 5 ഇയർ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കൂടാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിട്ടുള്ള ചാലപ്പുറം എന്ന് പറയുന്ന വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് പണ്ട് ചെറുപ്പം മുതലേ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാൾ, അദ്ദേഹം സംഘപരിവാറിൻ്റെ ഏജൻ്റാണെന്നും അദ്ദേഹത്തെ നിയമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യമേ തന്നെ KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും അതുപോലെ നമ്മുടെ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനും ഒക്കെ കത്തയച്ചിരുന്നു. പക്ഷേ കത്തുകളൊക്കെ അയച്ച് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ഒരു 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പോലും സമയം കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും മുഖ്യമന്ത്രി അവഗണിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭയിൽ വന്നിട്ട് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗവൺമെൻറ്റിനെ തിരുത്താനും മാറ്റാനും ഒന്നും വേണ്ടി ശ്രമിക്കേണ്ട, നിങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങളുടെ ഒപ്പം ചിലരും കൂടി കൂടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ശുപാർശ ഗവർണർക്ക് കൊടുത്തയക്കുകയും ഗവർണർക്ക് കൂടി താല്പര്യമുള്ളതുകൊണ്ടാവും അദ്ദേഹം ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇത് പാസ്സാക്കി വിടുകയും ചെയ്തു. അപ്പോൾ ഏതാണെങ്കിലും ശേഷാദ്രിനാഥൻ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. വിശദാംശങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ഡലങ്ങളുടെയൊക്കെ പുനർനിർണ്ണയം നടത്തേണ്ടതാണ്. അത് ലോക്സഭാ മണ്ഡലങ്ങളുടെ നമ്പർ കേരളത്തിൽ ഇനി കൂടാൻ പോവുകയാണ്. അതുപോലെ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങൾ 210-ലധികമാകാൻ പോവുകയാണ്. അതുപോലെ പാട് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പുനർനിർണ്ണയം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ തവണ പുനർനിർണ്ണയം നടത്തിയപ്പോൾ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് 54 സ്ഥലത്തും LDFന് ജയിക്കാൻ കഴിയുന്ന രീതിയിലാണ് മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തിയത് എന്നൊക്കെ തന്നെ നമ്മുടെ PM നിയാസ് ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ബധിര കർണങ്ങളിലാണ് പതിച്ചത്. ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട അദ്ദേഹമാണോ കോൺഗ്രസ് ആണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കൈരളി TVയുടെ ചാനലിലെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ചാനലിലെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ അന്ന് തന്നെ PM നിയാസിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ പോരാട്ടത്തിൽ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ചില തീരുമാനങ്ങളിൽ മുഖ്യമന്ത്രി പിന്നോക്കം പോയി യു ടേൺ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളുടെയൊക്കെ കാര്യത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായിട്ടുള്ള KV പ്രദീപ്, അദ്ദേഹത്തെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിച്ചു. ആ സ്പെഷ്യൽ ദേവസ്വം ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിച്ചു. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. കൂടാതെ പങ്കജ് ഭണ്ഡാരിയുടെ സ്പാട്ട് ക്രിയേഷൻസിൻ്റെയൊക്കെ വക്കീലാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം നരേന്ദ്രമോദിയൊക്കെ തന്നെ വലിയ അമിതമായി പുകഴ്ത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അദ്ദേഹം ഇട്ടിരുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഇട്ടിരുന്നു. അതുകൊണ്ട് VD സതീശൻ അടക്കം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറിയതുപോലെ ഒരിക്കലും ഈ കാര്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം VD സതീശൻ മറ്റു ചില വാക്കുകളും ഉറപ്പുകളും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതൊന്നും നിസ്സാരക്കാരായിട്ടുള്ള ആളുകളോടല്ല, അവരോടൊക്കെയുള്ള വാക്കുകളും ഉറപ്പുകളൊക്കെ പാലിച്ചില്ലെങ്കിൽ വലിയ പുലിവാലാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതിലൊന്നാണ് യഥാർത്ഥത്തിൽ ബെക്കാഡിയുടെ കാര്യം. ബെക്കാഡി കമ്പനിക്കും റിലയൻസിനും ഒക്കെ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ച് കൊടുത്തിരുന്നു. ആ ടാക്സ് കുറച്ച് കൊടുത്തിരുന്നതിനെതിരെ വലിയ പടവാളെടുത്ത് മുന്നോട്ട് വന്നത് VM സുധീരൻ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവാണ്. വലിയ ആദർശധീരൻ എന്നറിയപ്പെടുന്ന ഒരു നേതാവാണ്. കൂടാതെ അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിനെ കണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച 41 മിനിറ്റ് എടുത്ത് കൺവിൻസ് ചെയ്യിപ്പിച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ എന്നിട്ട് പോലും VM സുധീരനെ അദ്ദേഹം തൃണവൽഗണിച്ചു. കാരണം അദ്ദേഹത്തിന് ഇത് നടപ്പിലാക്കിയേ പറ്റുമായിരുന്നുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബെക്കാഡി കമ്പനിയോടൊക്കെയുള്ള ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലെ അദ്ദേഹത്തിൻ്റെ തോന്നലുകളോ ഒന്നും മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ചെറിയ മധുരങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ഊഹിച്ചാൽ മതി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ശേഷാദ്രിനാഥിൻ്റെ കാര്യത്തിൽ. മറ്റേത് ബിസിനസ് പരമായ താല്പര്യങ്ങളായിരുന്നെങ്കിൽ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യമാണ്. ആ പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ ഗവർണർക്ക് കൂടി വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊന്നും കൈവിടാനായിട്ട് VD സതീശൻ തയ്യാറാകുമെന്ന് വിചാരിക്കുക വയ്യ. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട നിയാസിനോട് പറഞ്ഞിരുന്നത്, ഈ പോരാട്ടത്തിൽ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും താങ്കൾ തോൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ മുൻകൂട്ടി ആ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഏതാണ്ട് അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. കാരണം മിന്നൽ വേഗത്തിൽ ഗവർണർ അടുത്തേക്ക് ശുപാർശകൾ കൊടുത്തയക്കലും അതുപോലെ തന്നെ ഒപ്പിടലും ഉടനടി തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ KPCCയിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. VD സതീശൻ ഒരു സ്ഥലത്ത് നിന്നും ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ അദ്ദേഹം നടപ്പിലാക്കും. അതിനുമപ്പുറത്തേക്കൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരൊന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ മറ്റൊരു ചാനലിൽ നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനലിൽ ഈ പാർലമെൻ്ററി പാർട്ടിയിലൊന്നും ഭൂരിപക്ഷമില്ലാത്ത, കോൺഗ്രസിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ വലിയ പിന്തുണയില്ലാത്ത, ഹൈക്കമാൻഡിന് അത്ര ഒന്നും ഇഷ്ടമില്ലാത്ത VD സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നും ആ മുഖ്യമന്ത്രി ആക്കിയതിൻ്റെ പിന്നിൽ ഒരു കോടീശ്വരനുണ്ടെങ്കിൽ അത് ആരായിരിക്കുമെന്നുള്ളൊരു കഥ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ തന്നെ കാണണം. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ഇനിയും എടുക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടാണെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാവുന്ന ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മളിത് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല. തീർച്ചയായിട്ടും ഒരു പൊതുബോധങ്ങൾക്കും അപ്പുറമുള്ള സത്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുള്ള താല്പര്യം കൊണ്ടാണ്. നമ്മുടെ ചാനലിൻ്റെ പേരും അത് തന്നെയാണ്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ്, പൊതുബോധങ്ങൾക്കും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അപ്പോൾ ആ ചാനലിൽ പോഡ്കാസ്റ്റ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കൂടാതെ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവരും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും നമ്മൾക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറയുകയും നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ.